തിന്മയിലായി മരണം സംഭവിച്ചു പോകുന്ന ആ ഒരു വലിയ ഒരു അപകടകരമായ അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയാണ്. ചെറുപ്പക്കാരൻ എയ്ഡ്സ് ബാധിച്ച് മരിക്കുകയാണ്. മാസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു പെണ്ണിന്റെ കൂടെ കഴിഞ്ഞതാണ്. പക്ഷെ അവൾ എയ്ഡ്സ് രോഗിയായിരുന്നു. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. മനുഷ്യന്റെ പ്രതിരോധ ശക്തി അള്ളാഹു നശിപ്പിച്ചു കളയുന്ന, അള്ളാഹു ഹലാലിലേക്ക് സമീപിക്കണമെന്ന് പറഞ്ഞതിന് പകരം ഹറാമിലേക്ക് സമീപിച്ചാൽ അള്ളാഹു നൽകുന്ന ലം തകുൻ ഫി അസ്ലാഫിക്കും, നിങ്ങളുടെ മുൻഗാമികളിൽ കണ്ടിട്ടില്ലാത്ത ശിക്ഷ നിങ്ങൾക്ക് അള്ളാഹു നൽകുമെന്ന് നിബിധങ്ങൾ സാക്ഷ്യം പറഞ്ഞ എയ്ഡ്സ് പോലെയുള്ള മഹാമാരികൾ, അതിലൂടെയൊക്കെ മരിക്കുന്ന ഒരു വിഭാഗം അപ്പുറത്ത്, കലിമ ചൊല്ലി നല്ല നിലക്ക് മരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മശാന്തി പൂണ്ടിരിക്കുന്ന ശരീരമേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത് ആരോ വിളിച്ചു പറയുന്ന പോലെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിന്റെ കൂടെ കഴിയുകയും 7 വർഷം ഹബീബിന്റെ കൂടെ താമസിക്കുകയും ചെയ്ത് തങ്ങൾ വഫാത്താകുമ്പോൾ 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന, ഫിഖ്ഹും ഇൽമും തഫ്സീറും ഹദീസും പഠിച്ചിരുന്ന ആനായ ഹബീബിന്റെ കുടുംബക്കാരനും തങ്ങളും സയ്യിദുമായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയുടെ തൊട്ടപ്പുറത്ത് ത്വായിഫിൽ വെച്ച് വഫാത്താകുമ്പോൾ ഖബറിലേക്ക് വെക്കുമ്പോഴാണ് ആരോ ഓതുന്ന പോലെ കേൾക്കുന്നത്. കൂടിയിരുന്ന ആളുകളൊക്കെ കേട്ടു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മശാന്തി പൂണ്ടിരിക്കുന്ന ശരീരമേ, ശാന്തി പൂണ്ടത്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇങ്ങ് പോരിൻ. റാദിയതൻ മർദിയ്യ, സംതൃപ്തമായി സന്തുഷ്ടമായി ഇങ്ങോട്ട് പോരിൻ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പോരിനെന്ന് മണ്ണിലേക്ക് വെക്കപ്പെടുമ്പോൾ സ്വർഗീയ ലോകത്തെ വെളിപാടുകൾ കേട്ടുപോയ ആനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സൗഭാഗ്യമല്ലേ? ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ ആധികാരികതയും മഹത്വവും മനസ്സിലാക്കാൻ ചില ആളുകളുടെ മരണം മതി. മുഖത്ത് കാണുന്ന ശോഭ, മരിച്ചു കഴിഞ്ഞാൽ മുഖത്തുള്ളൊരു വെളിച്ചം, അത് മുസ്ലിങ്ങൾക്കേ ഉള്ളൂ. അത് അള്ളാഹു തന്ന വലിയൊരു ശോഭ, ഒരു നൂറുണ്ട്. എത്ര കറുത്ത മുസ്ലിം ആണെങ്കിലും മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. നിസ്കരിക്കാത്ത മുസ്ലിമിനെ വേറെ മനസ്സിലാവും, നിസ്കരിക്കുന്നവനെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. സീമാഹും ഫീ വുജൂഹിഹിം, മുഖത്തൊരടയാളം അല്ലാഹു വെക്കുന്നുണ്ട്. എത്ര കറുത്താലും മുഖത്തിനൊരു ശോഭയുണ്ട്, ഈമാനുള്ള മുഖത്തിന്. അല്ലാഹു ചെയ്ത ഭാഗ്യമല്ലേ? ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം പറഞ്ഞ അതാണ്. സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെയും പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെയും ഞാൻ ഒബ്സർവ് ചെയ്തു. ആ ചെറുപ്പക്കാരൻ തിരുവനന്തപുരക്കാരനാണ്. അദ്ദേഹം അന്ന് സലാലയിലാണ്. സിനിമ കഴിഞ്ഞ് 3 മണിക്കൂറൊക്കെ ചിരിച്ചു കളിച്ച് കോമഡി കണ്ട് ഇറങ്ങിപ്പോന്നിട്ട് റോട്ടിലേക്ക് എത്തിയ മുഖത്തൊക്കെ എന്തോ ഒരു ഇരുട്ട് ഇവരുടെയൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ആ മുഖത്ത് കാണുന്ന ഒരു ശോഭ. ഓരോരുത്തർക്കും മുസ്ലിം ആവാൻ പല കാരണം. ഈ ചെറുപ്പക്കാരൻ കലിമ ചൊല്ലാൻ കാരണമായത് ഇതാണ് കാരണം പറഞ്ഞു. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരുടെ മുഖത്തൊരു വെളിച്ചം ഞാൻ കാണുന്നു. സുബ്ഹാനല്ലാഹ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ മറവ് ചെയ്തപ്പോഴാണ് ഒരു പക്ഷി അങ്ങോട്ട് ഇറങ്ങി വന്നത്. ആരുമെന്ന് കണ്ടിട്ടില്ലാത്തൊരു കൊച്ചു പക്ഷി ഖബറിന്റെ അരികത്ത് വന്നു. ഖബറിന്റെ മേതിങ്ങനെ ഇരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും ആ പക്ഷി മാത്രം പിരിഞ്ഞു പോയിട്ടില്ലായിരുന്നു. എന്നും അത് വരും അവിടെ. ഒരാഴ്ചയിൽ താഴെ ആയിട്ടുള്ളൂ ആ പക്ഷിയെ പിന്നെ കണ്ടത്. ഖബറിന്റെ മീതെ ചത്തുകിടക്കുന്നതായിട്ടാണ്. ആ പക്ഷിയെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ ഖബർ കുത്തിയിട്ട് അന്നത്തെ സ്വഹാബിമാർ മറവ് ചെയ്തിട്ടുണ്ട്. ഒരു സച്ചരിതനായ ഒരു മഹാനോട് കാണിച്ച ഒരു ജീവിയുടെ സ്നേഹമായിരുന്നു അത്. ഒരു പക്ഷിക്കുഞ്ഞ് എന്നും വരും അവിടെ ഇരിക്കും. മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെടുന്നത്. ഒരു പക്ഷിക്കുഞ്ഞ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞ 7 യുവാക്കളുടെ കൂടെ അവരുടെ കൂടെ ഓടിക്കൂടിയ ഒരു നായയുണ്ടായിരുന്നു. ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്.
ബഹുദൈവ വിശ്വാസിയായിരുന്ന ദഖിയാനൂസ് എന്ന രാജാവിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ചെറുപ്പക്കാർ ഇന്നത്തെ തുർക്കിയിൽ അല്ലെങ്കിൽ അന്നത്തെ ജോർഡാനിൽ ജീവിച്ചുപോയ മരിച്ചുപോയ ഗുഹക്കകത്ത് താമസിച്ചു എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ചരിത്രം 309 കൊല്ലം താമസിച്ചു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുടെ കഥയുണ്ട് ഖുർആനിൽ. സൂറത്തുൽ കഹഫ്. അവരുടെ കൂടെയോടിയ നായ അവരാട്ടിയോടിച്ചപ്പോഴെന്താ പറഞ്ഞത്? ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെ എനിക്കും സ്നേഹമാണ്. അങ്ങനെ ജീവികൾക്ക് പോലും സ്നേഹം തോന്നുന്നു. ജീവികൾക്ക് പോലും സ്നേഹം തോന്നും. ജീവികൾക്ക് എന്തെന്നില്ലാത്ത അനുകമ്പ തോന്നും. സത്യവിശ്വാസികളോട് പേടിക്കേണ്ടി വരികയില്ല. ومن أعرض عن ذكري فإن له معيشة ضنكا. ജീവിതത്തിന്റെ ലക്ഷ്യം ബോധമില്ലാതെ ജീവിച്ച ആളുകൾക്ക് മനസ്സമാധാനം അല്ലാഹു എടുത്തു കളയുന്നു. പ്രിയപ്പെട്ട ഉമ്മ മോനെ വിളിച്ചു പറയുന്നുണ്ട്, മോനെ ഉമ്മാക്ക് ഇന്നൊരു സ്ഥലം വരെ പോണം, മോനൊന്ന് ഉമ്മയാക്കി തരുമോ? പറഞ്ഞു, ഉമ്മ എനിക്ക് നേരമില്ലല്ലോ. സ്വന്തം ഉമ്മയോട് പറയാണ്, ഉമ്മ എനിക്ക് നേരമില്ല. ആരായി പറയുന്നത്? 9 മാസം അല്ലെങ്കിൽ അറബ് മാസപ്രകാരം 10 മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മയോട് നേരല്ല ഉമ്മ. മോനെ നിനക്ക് വേണ്ടി പാല് തരാൻ ഉമ്മാക്ക് നേരമുണ്ടായിരുന്നു. മോനെ നിനക്കെന്ന് 6 മാസം പ്രായമുള്ളപ്പോ പനി പിടിച്ചപ്പോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നിന്നെ അഡ്മിറ്റ് ചെയ്തപ്പോ കൊതുക് കടിച്ച് നീയും നിന്റെ ഉമ്മയും അവിടെ കിടക്കാൻ പോകുമ്പോ മോന് കൊതുക് കടിക്കരുതെന്ന് വിചാരിച്ച് വിശറി വീതി നിനക്ക് വേണ്ടി വീശിത്തന്ന് മോനെ കൊതുകടിക്കാതിരിക്കാൻ പകലന്തിയോളം ഉറങ്ങാതെ കടന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണോ നീ നേരമില്ല എന്ന് പറയുന്നത്? മോനെ നിന്നെയാണ് ഉമ്മ സ്വന്തം ചോരയിൽ നിന്നുണ്ടാകുന്ന അമ്മിഞ്ഞപ്പാലിൽ നിന്ന് വളർത്തിയത്. ഉമ്മയോട് പറയാൻ നേരല്ല. പിന്നെ പറഞ്ഞുമ്മ, 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരും, അപ്പോഴേക്കും ഉമ്മ റെഡിയാവണം. ഞാൻ പുറത്തെത്തിയാൽ വാഹനം വന്ന് ഹോൺ അടിക്കും. അത്ര ഒരൊറ്റ ഹോണ്. ഉമ്മ ഇറങ്ങി വന്നേക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. പ്രിയപ്പെട്ട ഉമ്മയോട് സമയം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട ഉമ്മയോട് ഒരൊറ്റ ഹോണടി മോനെ. പിന്നെ ഉമ്മ നോക്കൂല കേട്ടോ. ഉമ്മ പിന്നെ ഞാൻ നോക്കില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉമ്മയെ ഞാൻ ആക്കിത്തരാം. പ്രിയപ്പെട്ട മോനെ, നീ വാവിട്ട് കരഞ്ഞപ്പോ ഒരൊറ്റ കരച്ചിലിനല്ല നിന്റെ ഉമ്മ നിനക്ക് മറുപടി തന്നത്. നീ വാവിട്ട് 1/2 കരച്ചിലായപ്പോഴേക്കും നിന്റെ ഉമ്മ നിനക്ക് ഓടി വന്നിട്ടുണ്ട്. നിന്റെ കൂടെ ഉണ്ടായിരുന്നു നിന്റെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയോടാ നീ പറഞ്ഞത് ഒരൊറ്റ ഹോനടി ഉമ്മ, പിന്നെ ഞാൻ കാത്തിരിക്കില്ല കേട്ടോ. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് കൊണ്ടാക്കി തരുമോ എന്ന് മോനോട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള മോനോടൊരു ഉമ്മ ആവശ്യപ്പെട്ട് അവൻ ഓടി വന്ന് ഒരു ഹോണടിച്ചു. പ്രിയപ്പെട്ട ഉമ്മ വസ്ത്രമെടുത്ത് താഴേക്ക് വന്നപ്പോഴേക്കും അവൻ പറഞ്ഞു 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവൻ പോയി ഒറ്റക്ക് പോയി. ആ പോക്ക് ദേഷ്യം പിടിച്ചുള്ള പോക്കായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മയെ മനം നൊന്താണ് അവൻ കൊണ്ടുപോകുന്നത്. ആ ഉമ്മ അവിടെ കരയാണ് വീട്ടിൽ. റബ്ബേ, എന്റെ മോൻ ഒന്ന് ഹോണടിച്ചപ്പോ എനിക്കൊന്ന് പെട്ടെന്ന് ഓടി ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. ആ യാത്ര ഒരുപക്ഷെ അവൻ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ആ വാഹനം തകിടം മറിഞ്ഞ് റോഡരികിന്റെ താഴേക്ക് കുഴിയിലേക്ക് വീണുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്തോട് യാത്ര പറയുന്ന യാത്രയായിരുന്നവത്. അവൻ പോലും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ആ യാത്രയുടെ അന്ത്യം എങ്ങനെയാണ് ആ യാത്രയുടെ അന്ത്യം? എന്തൊരു വിഷമകരം, എന്തോ ഒരു സങ്കടകരം. പ്രിയപ്പെട്ട ഉമ്മയെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണത്. ആർക്ക് വേണം അവനെ? സ്വന്തം ജന്മം നൽകിയ ചോരയിൽ നിന്ന് വളർന്നു വലുതായി വന്ന പ്രിയപ്പെട്ട മക്കള് സ്വന്തം മാതാപിതാക്കളെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തൊരു കാലഘട്ടം. എന്ത് സംസ്കാരമാണിത്? എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ലക്ഷ്യം? പ്രൊഫഷണൽ ജോലി കിട്ടാനോ? പക്ഷെ ഇവിടെ മാതൃത്വം പിതൃത്വം എന്ന് പറയുന്ന ബന്ധങ്ങളില്ലേ? കുടുംബ ബന്ധമില്ലേ? ഇവിടെ അള്ളാഹു വെച്ച നിയമങ്ങൾ ഇവിടെ ഇല്ലേ? ഇതൊന്നും ആലോചിക്കാതെ എങ്ങോട്ടാണ് ഈ ഓട്ടം? എന്തിനാണ് ഈ ഓട്ടം? ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ. വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ അനിഷ്കുർലി വലിവാലിദൈക. എനിക്ക് നീ നന്ദി ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്കും എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നന്ദി ചെയ്യാതെ ഓടിപ്പോയവൻ നാളെ പരലോകത്ത് വരുന്നത് കണ്ണുപൊട്ടനായിട്ടാണ്. അഅമാ, ബ്ലൈൻഡഡ്, കണ്ണുണ്ടാവില്ല, കാഴ്ചയുണ്ടാവില്ല. അവൻ ചോദിക്കും, റബ്ബേ ലിമ ഹശർതനി അഅമാ, എന്തേ നീ എന്നെ കണ്ണുപൊട്ടനാക്കി ഒരുമിച്ച് കൂട്ടിയത്? എന്തേ എന്നെ നീ കണ്ണ് കാണാതെ എന്നെ പറഞ്ഞയച്ചത്? വഖദ് കുൻതു ബസീറാ, മരിക്കുന്ന കാലം വരെ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ.
വകദാലിക അങ്ങനെ നിന്നെ ആക്കാൻ കാരണം ജീവിതത്തിൽ നിനക്ക് പലരോടും ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നീ കേൾക്കാതെ ഓടിപ്പോയ ആളാണ്. ജീവിതത്തിൽ നിന്റെ ഉമ്മയോട്, ഉപ്പയോട്, ബന്ധുവിനോടും, ജ്യേഷ്ഠാനുജന്മാരോട്, അനിയത്തി ജ്യേഷ്ഠത്തിമാരോട് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ നീ മറന്നില്ലേ? അതുകൊണ്ട് ഇന്നിവിടെ നിന്റെ കാര്യവും മറന്നിരിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. അല്ലാഹു പറയും അത്രേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്, എന്നാൽ ഒരു ഭാഗത്ത് സൽക്കർമ്മികളായി സൗഭാഗ്യം സിദ്ധിച്ച് ഹിദായത്ത് കിട്ടിപ്പോകും നന്നാവുന്ന ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്നവർ ഒരുപാട് വേറെ. ടൗണിൽ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ നടക്കുന്ന കണ്ടപ്പോഴാ ഒരു മുസ്ലിം തൊട്ടരികത്തുകൂടെ വാഹനത്തിൽ മെല്ലെ സ്ലോ ഡ്രൈവിലാണ്. ചിന്തിച്ചു, റബ്ബേ ഇവനൊരു മുസ്ലിമാണല്ലോ, ഇവനെ ഞാൻ അറിയുന്ന പയ്യനാ, പക്ഷെ അവനെ എന്നറിയില്ല. ഒന്നിറങ്ങിച്ചെന്നവനോടൊന്ന് പറഞ്ഞു കൊടുക്കാം, ഒന്നിറങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കാം. അവൻ അന്യ പെണ്ണിന്റെ കൂടെയായി നടക്കുന്നത്. വീട്ടിൽ ഉമ്മ അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല. ഒരു നഗരത്തിലാണ് ഈ കൈപിടിച്ച് നടക്കുന്നത്. കണ്ടവളുടെ കൂടെ നിക്കാഹിന്റെ ബന്ധമുണ്ടോ, മഹ്റമിന്റെ ബന്ധമാണോ? അല്ല. പച്ചയായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പാശ്ചാത്യം നമ്മുടെ കുടുംബ സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ആഭാസങ്ങൾ മാത്രം കൊണ്ടുവന്നപ്പോ അതിന്റെ പിന്നാലെ നമ്മുടെ മക്കൾ പോവുകയാണ്. നമ്മുടെ മീഡിയ, നമ്മുടെ മുമ്പിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും അവർ വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ഇതാണ്: കല്യാണം വേണ്ട, കാര്യങ്ങളൊക്കെ നടന്നു പോയാ പോരെ. 5 കൊല്ലം ഒരു പെണ്ണ്, കഴിഞ്ഞ 2 കൊല്ലം വേറെ ആള്, 1 കൊല്ലം വേറൊരുത്തി, പിന്നെ നഗരത്തിലേക്ക് മാറാം, വേറെ ടൗണിലേക്ക്, അങ്ങനെ ജീവിച്ചു പോകാം. ഈ ആഭാസം മുസ്ലിം ഉമ്മത്തിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കടന്നു വരുമോ എന്ന് വളരെ പേടിയോടുകൂടെ നമ്മൾ കാണുകയാണ്. നമ്മുടെ മക്കളൊക്കെ വാപ്പാ എനിക്ക് നിക്കാഹ് വേണ്ട, ഒരു ഗേൾ ഫ്രണ്ട് മതി എന്ന് പറയുന്ന കാലം വിദൂരമല്ല. നമ്മുടെ പെൺകുട്ടികൾ കല്യാണം വേണ്ട, കല്യാണം വേണ്ട എന്ന് അച്ചടക്കമുള്ള നല്ല പുതിയാപ്പിളമാരെ സ്വന്തം മാതാപിതാക്കൾ അവരുടെ ഇഷ്ടവും തന്നെ നോക്കിയിട്ട് തന്നെ കൊണ്ടുവന്നാലും എനിക്കിവനെ വേണ്ട എന്ന് പച്ചയായി പറയുന്നത് പ്രേമം തലക്കടിക്കുമ്പോഴാണ്, ആഭാസങ്ങൾ തലക്ക് കയറുമ്പോഴാണ്. സ്വാഭാവികമായും അതല്ലേ. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നടന്നപ്പോഴാണ് എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കട്ടെ, ഒന്ന് പോയി പറഞ്ഞു കൊടുക്കട്ടെ, ചെറുപ്പക്കാരാ നീ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ അവിടെ ചെന്നു, എന്നെ കണ്ടപ്പോൾ അവൻ ഓടി, ആ പെണ്ണുമോടി. പക്ഷെ അവൻ കുറച്ചകലം ചെന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ മെല്ലെ അവനെ കണ്ടു, അരികത്ത് ചെന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും. അവൻ എന്തോ ഒരു ജാള്യത തോന്നുന്നുണ്ട്, എവിടെയോ കണ്ടുപരിചയമുള്ള പോലെ. പക്ഷെ എനിക്കവനറിയാം, അവൻ എന്നറിയില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിസ്കരിക്കാറുണ്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതാരാണ്? അത് ഫ്രണ്ട്, കൂടെ പഠിച്ചത് കോളേജ് ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ് ആണ്. മോനെ, മാ ഖലാ റജുലും ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. ഏതെങ്കിലും ഒരു അന്യ പുരുഷനും അന്യ പെണ്ണും ഒരിടത്താവുകയാണെങ്കിൽ നമ്മുടെ മക്കൾ മോശക്കാരെന്നല്ല പറയുന്നത്, നമ്മുടെ ആൺമക്കളും പെൺകുട്ടികളും ഒന്നിനും പറ്റാത്തവരാണെന്നല്ല പറയുന്നത്. ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ, മൂന്നാമത് അവരുടെ കൂടെ പിശാചുണ്ടാകുമെന്ന് ആനായ ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ ദൂതർ മുഹമ്മദ് റസൂലുള്ളാഹ്. പിശാച് മോശക്കാരനാണ്, അവനവരെ പഴപ്പിക്കും. അതുകൊണ്ട് അന്യാണും ഒരു പെണ്ണും ഒരിടത്താവല്ലേ. ഈ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ ഇങ്ങനെ നനയാൻ തുടങ്ങി, ഇങ്ങനെ കരയാൻ തുടങ്ങി. അവൻ എന്തോ ഒരു വിങ്ങിപ്പൊട്ടുന്ന പോലെ, തെറ്റ് സംഭവിച്ച് അവന്റെ മനസ്സ് ഉള്ളകം സമ്മതിക്കുന്ന പോലെ അവൻ കരയാൻ തുടങ്ങി. സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, എന്റെ നമ്പർ ഇതാ, എന്തെങ്കിലും സംശയ നിവാരണം വല്ലതുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണം, വിഷമിക്കണ്ട, അല്ലാഹു സന്മാർഗ ദർശനം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ആ രംഗത്ത് തിരിച്ചു പോരുന്നു. അവനെ കാണണമെന്ന് ആഗ്രഹിച്ചു. 2 ആഴ്ച കഴിഞ്ഞു. പടച്ചവനെ, ഒന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കുന്നു. ഇദ്ദേഹം വിളിച്ചു നോക്കി ചോദിച്ചു, അല്ല ഓർമ്മണ്ടോ ഈ ശബ്ദം? അവൻ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിന്റെ വെളിച്ചം തന്ന ഒരാളെ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? മാഷാ അല്ലാഹ്. അങ്ങനെ പറയുന്ന മക്കൾ നമുക്ക് വേണ്ടത്. നിങ്ങളത് പോയിക്കേ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന സംസ്കാരവും നന്മയും വേണമെന്ന് പറയുമ്പോ പുച്ഛിച്ചു തള്ളുന്നവർ. നന്മയുടെ ഒരു ചെറിയ ശകലം ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ കണ്ഠമിടറി പറഞ്ഞു, നിങ്ങളെ ഓർമ്മയുണ്ട്, ഈ ശബ്ദം ഓർമ്മയുണ്ട്, നിങ്ങളല്ലയോ എനിക്ക് സന്മാർഗത്തിലേക്ക് വഴി തന്നത്. ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, നമുക്ക് മറ്റന്നാൾ അസറിന്റെ ശേഷം ഒന്ന് കണ്ടുമുട്ടിയാലോ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കണം നിങ്ങളോട്.
എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. 2 ആഴ്ചയെ ഈ ബന്ധം ഡെവലപ്പായിട്ടായിട്ടുള്ളൂ. 2 ആഴ്ച. അതുവരെ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ അല്ലാഹു ഹിദായത്തിന്റെ വഴി കൊടുത്തിരിക്കുകയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം അവൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അന്ന് അസറിന് എത്തണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് അതിഥികൾ കയറി വരികയായി. അതിഥികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചപ്പോഴേക്കും റബ്ബേ, ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, അസറിന്റെ നേരത്ത്, അസർ നിസ്കാരം കഴിഞ്ഞാൽ ഇവനെ കാണാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ടല്ലോ. പടച്ചവനെ, എന്റെ സമയം വൈകി, ഇനി പോവണോ? അവൻ പോയി കാണും, അവൻ എന്നെ കാത്തിരിപ്പുണ്ടാവില്ല. എന്നാലും ഒന്ന് വാക്ക് പാലിക്കണ്ടേ? നേരം വൈകിയാലും ഒന്ന് ചെന്ന് നോക്കട്ടെ, ഒന്ന് അപ്പോളൈസ് ചെയ്യാം, ക്ഷമാപണം ചോദിക്കാം വൈകിപ്പോയതിന്, ഒന്ന് ചെന്ന് നോക്കാം എന്ന് പറഞ്ഞ് കാരന്റെ വീട് തിരക്കി കടന്നു ചെല്ലുന്നു. നോക്കുമ്പോ വീട്ടിന്റെ പരിസരങ്ങളിലൊക്കെ എന്തെന്നില്ലാത്തൊരു ശാന്തതയുണ്ട്. മഗ്രിബ് കഴിഞ്ഞ നേരമാണത്. ചോദിച്ചു, ഇതാണോ ഇന്നാലിന്ന ചെറുപ്പക്കാരന്റെ വീട്? പറഞ്ഞു, അതെ. ആളെവിടെ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ തൊട്ടപ്പുറത്തുള്ള നഗരത്തിൽ നിന്നാണ്. എവിടെ നിങ്ങളുടെ മോൻ? എവിടെ? നിങ്ങൾ ആരാ? ഞാൻ വാപ്പയാണ്. വാപ്പയുടെ കണ്ണുകളിൽ എന്തോ നനവുണ്ട്, എന്തോ സങ്കടം ഞെളിക്കുന്നുണ്ട് മുഖത്ത്. എന്തു പറ്റി? നിങ്ങൾ ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മോൻ ഇന്ന് അസറിന് ബാങ്ക് കൊടുക്കുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞു. അവനെ മറവ് ചെയ്ത് ഞങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. വീട്ടിൽ ശാന്തമായിരിക്കുകയാണ്. ഞങ്ങൾ ശാന്തതയിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ മരിച്ചോ? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. 2 ആഴ്ച മുമ്പാണ് ഞാൻ അവനെ കണ്ടത്, എനിക്ക് ഓർമ്മയുണ്ട്. വാപ്പ പറഞ്ഞു, 2 ആഴ്ച മുതലാണ് എന്റെ മോൻ നന്നായി തുടങ്ങിയത്. അവൻ എങ്ങനെയായിരുന്നില്ല മുമ്പ്. അവൻ എന്നും ദേഷ്യം പിടിച്ചിട്ടാ ഞങ്ങളോടൊക്കെ സംസാരിക്കല്. വീട്ടിലെന്നും ബഹളമായിരുന്നു, വീട്ടിലെന്നും പ്രശ്നമാണ്. 2 ആഴ്ചക്ക് ശേഷമാണ് അവന് മാറ്റമുണ്ടായത്. നിങ്ങളാണോ അവനെ മാറ്റം വരുത്തിയത്? ആവാം, അല്ലായിരിക്കാം, അറിയില്ല. 2 ആഴ്ച മുമ്പ് ഞാൻ അവനെ കണ്ടു. ഞാനും അവനും തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഈ പ്രിയപ്പെട്ട മോൻ 2 ആഴ്ചക്ക് ശേഷം നന്നാവുകയായിരുന്നു. നിസ്കാരമുണ്ടായിരുന്നു. സുബഹിക്ക് ഞങ്ങളെയൊക്കെ അവൻ വിളിക്കും. 2 ആഴ്ച ആയിട്ടുള്ളൂ, 2 ആഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ചില ആളുകളുടെ ജീവിതം കണ്ടാൽ നരകത്തിലേക്കെന്ന് തോന്നിപ്പോകും. ജീവിതം കണ്ടാൽ നരകമാണെന്ന് തോന്നും. പക്ഷേ ഫയസ്ബിഖുൽ കിതാബ്, അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരിക്കും. മരിക്കാനാകുമ്പോഴേക്കും പെട്ടെന്ന് നന്നായി ഒരു ഹജ്ജ്, ഒരു ഉംറ, ഒരു സൽക്കർമ്മം, ഒരു പള്ളിയുണ്ടാക്കി, സ്കാരങ്ങളായി, പഴയ കാലത്തെ പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുത്തു, അക്രമങ്ങൾക്കൊക്കെ മാപ്പ് ചോദിച്ചു, നന്നായി പശ്ചാത്തപിച്ചു മടങ്ങി. നല്ലൊരു മരണം. വേറെ ചില ആളുകൾ നല്ല രീതി ജീവിച്ചു പോകുന്നു. അപ്പോഴാണ് ഒരു മോശപ്പെട്ട കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നത്. അവനാണ് പിന്നെ അവനെ കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നത്, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, വീട്ടുകാരിൽ നിന്ന് അകറ്റുന്നത്. അങ്ങനെ അവന്റെ മരണം ദുർമരണമായി മാറുന്നത്. 2 അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട മോൻ ളുഹറിന്റെ സമയത്തൊന്ന് കിടന്നുറങ്ങിയതാണ്. എന്നോട് പറഞ്ഞു, ഉപ്പാ, അസറിന് ബാങ്ക് വിളിക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തേണമേ. അസറിന് ബാങ്ക് കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തണം. എന്റെ മോനെ വിളിച്ചുണർത്താൻ വേണ്ടി ഞാൻ റൂമിലേക്ക് ചെന്നു നോക്കുമ്പോഴാണ് എന്റെ മോൻ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ എനിക്ക് സങ്കടമില്ല. അവൻ അന്നത്തെ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്. അസറിന് എഴുന്നേൽക്കണം, എന്നെ വിളിക്കണം ഉപ്പാ എന്ന് പറഞ്ഞ് കിടന്ന മോനാണത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തിന്മ കണ്ട് തിന്മയിലായി ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം, ഇന്ന സഅയകും ലശത്താ, നന്മ കണ്ടത് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത്. നമ്മൾ അയ്യുൽ ഫരീഖൈനി നഹൻ, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ഏത് വിഭാഗത്തിന്റെ കൂടെയാ നമ്മൾ ആവേണ്ടത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അതുകൊണ്ടറിയണേ, മനുഷ്യ ശരീരം എന്തിഷ്ടപ്പെടുന്നുവോ അത് ചെയ്ത് ജീവിക്കാൻ വന്നവരല്ല നമ്മൾ. മനുഷ്യ ശരീരത്തിന്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കി അള്ളാഹുവിന്റെ ഇഷ്ടം ഏതാണോ അത് നോക്കി ജീവിക്കാൻ വന്നവരാണ് നമ്മൾ.